ബോഡിയും ഫേസും ഒക്കെ നന്നായിട്ട് ടാൻ ആയിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എന്താണ് ഇത്ര മടി? താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്നത് ഈ കാണുന്ന ഫോക്സ്റ്റെയിലിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ടാൻ ഉണ്ട്, ബോഡി ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ നിങ്ങളുടെ ടാൻ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇതൊരു 2 ആഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ടാനിനുള്ള കുറവ് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ടാൻ ആയിട്ട് ഇപ്പം ടാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചതുണ്ടല്ലോ കരുവാളിപ്പ് ആണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ പൊള്ളിയിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടരുത്, ഒന്നും കൂടിയിട്ട് വേഴ്സനാവും. നിങ്ങൾ പൊള്ളണതല്ല, അതല്ലാണ്ട് നമുക്കിങ്ങനെ കയ്യിൽ ടാൻ ആയിട്ടുള്ളത് ഫീൽ ചെയ്യില്ലേ? ടാനും പൊള്ളലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടാൻ ആയിട്ടിരിക്കുമ്പോഴേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോഡി വാഷാണിത്. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സാലിസിലിക് ആസിഡ് ആൻഡ് സിങ്ക് PCA. ഇത് രണ്ടും തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മുടെ ടോപ്പ് ലെയറിനെ, അതായത് ആ ടാൻ ആയിട്ടിരിക്കുന്ന സ്കിന്ന് പോയിട്ട് നല്ല പുതിയ ഫ്രഷ് സ്കിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ജെൻറ്റിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല. ഒരു 2 ആഴ്ച കൊണ്ടിട്ട് നന്നായിട്ട് കുറയും. ചിലവർക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ കുറയും കേട്ടോ. കുളിക്കാൻ നേരം നോർമൽ എടുക്കുക, എന്നിട്ട് ദേഹത്ത് അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടാൻ റിമൂവിങ് പ്രോഡക്റ്റ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ദീ വാഷ് നല്ല കേട്ടോ. എനിക്ക് പക്ഷേ ഇതിനെക്കാട്ടിൽ ഇത്തിരി കൂടി ഇതാണ് ഇഷ്ടമായി, അതാണ് ഞാൻ ഇത് കാണിച്ചേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാം. ഇത് ഇച്ചിരി കൂടി ഒരു ക്രീമിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഇച്ചിരി കൂടി ഒരു ക്രീമിയർ വേർഷൻ ആണ്. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ് ഉള്ള ഇത് ഇത്തിരി കൂടി ഒരു ജെൽ ഫോമാ. ഇത് നിങ്ങളുടെ നോർമൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഡ്രൈ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് രണ്ടും തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇനി അടുത്ത ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ലോഷൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബോഡി വാഷുകളെക്കാട്ടിലും ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും ബോഡി ലോഷൻ, കാരണം ഇത് കുറച്ചും കൂടി നേരം നമ്മളുടെ സ്കിന്നിൽ ഇരിക്കില്ലേ. ഇത് AHA + BHA ബോഡി ലോഷനാണ് WishCareൻ്റെത്. ഇതിനകത്ത് 10% AHA ആൻഡ് 1% സാലിസിലിക് ആസിഡ് ഉള്ള. ഇത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നന്നായിട്ട് നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക. 1 ആഴ്ച 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഓവറോൾ നമ്മളുടെ സ്കിന്ന് സ്മൂത്ത് ആകും, സോഫ്റ്റ് ആകും. നിങ്ങൾക്ക് ബാക്ക് ആക്നി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ അതൊക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബാക്ക് ആക്നി ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനാണ്. ഇനി നെക്സ്റ്റ് വൺ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് കെമിസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇത് ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ബോഡിയിൽ യൂസ് ചെയ്യാനാണ് നല്ലത്. ഇത് നിങ്ങൾക്ക് ഫേസിൽ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് കുറച്ച് കയ്യിലെടുക്കുക രാത്രിയിൽ കേട്ടോ. എന്നിട്ട് ഫേസിൽ ഇവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റോ, ഇതിനകത്ത് എത്ര മിനിറ്റാ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഓരോ പ്രോഡക്റ്റിൽ എഴുതിയിട്ടുള്ള അത്രയും ടൈം, അതിനേൽ കുറച്ച് ടൈം വെച്ചാൽ മതി എന്ന് ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക, മോയ്സ്ചറൈസർ ഇടുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സ്കിന്നിൽ ഈ നെറ്റിയിലൊക്കെ ടാൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈസിലി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ റിമൂവ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങളുടെ കാലിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ലതാണ്. പിന്നെ ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷൻ നല്ലതാണ്. പിന്നെ അണ്ടർ റേറ്റഡിൻ്റെ നല്ലതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അണ്ടർ റേറ്റഡിൻ്റെ ഇതിനെക്കാട്ടിൽ ഇത്ര കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇതുള്ള, ഞാൻ പുതിയത് മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ്ലി ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ബോഡി ലോഷനെക്കാട്ടിലോ ബോഡി വാഷിനെക്കാട്ടിലോ ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണിത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ജെൻറ്റലായിട്ട് എന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ടാൻ റിമൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7% എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആണ്. ഇത് നിങ്ങൾക്ക് ഓവറോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ജെൻറ്റലായിട്ട് നമ്മളുടെ ആ ഒരു ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ടോപ്പ് ലെയറിലുള്ള സ്കിന്ന് റിമൂവ് ആക്കി ഫ്രഷ് ആൻഡ് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈവൻ നിങ്ങൾക്ക് സ്കാൽപ്പിലും കൂടിയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര ജെൻറ്റലാണ്, പക്ഷേ ഞാനിത് സ്കാൽപ്പിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾക്ക് ഓൾ ഓവർ ബോഡി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മുട്ടിൻ്റെ അവിടെ യൂസ് ചെയ്യാം, അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം. മൊത്തത്തിലൊരു ഒന്ന് നിങ്ങളുടെ സ്കിന്നൊന്ന് മൊത്തത്തിലൊന്ന് നമ്മളുടെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ റേറ്റഡിൻ്റെ ഇതേപോലത്തെ ഒരെണ്ണമുണ്ട്, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും ഓൾമോസ്റ്റ് സിമിലർ റിസൾട്ട് തന്നെയാണ് തരിക. ഇനി നിങ്ങളുടെ ഫേസിൽ കുറച്ചിങ്ങനെ ടാൻ വന്നത് കൊണ്ട് നമുക്ക് ടാൻ വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു ബമ്പി ഫേസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അതായത് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒരു തരി ഒരു മൊത്തത്തിലൊരു തരിപ്പായിട്ട് ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ തൊടുമ്പോൾ
ഒട്ടും ഇങ്ങനെ നേരെ അല്ലാത്ത ഇച്ചിരി ടെക്സ്ചേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണിത്. ഇത് പോൾസ് ചോയ്സിൻ്റെ 2% BHA ലിക്വിഡ് എക്സ്ഫോളിയേറ്റർ ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാലിസിലിക് സിറം യൂസ് ചെയ്യാം കേട്ടോ. മിനിമലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഓർഡിനറിയുടെയോ ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഡെർമാക്കോടെയോ ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യും. ഇത് കുറച്ചും കൂടി ഈസി ആൻഡ് കുറച്ചും കൂടി പെട്ടെന്ന് നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ബംബിനെസ്സും മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. ടാനും റിമൂവ് ആക്കും കേട്ടോ. ഓവറോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി നിങ്ങൾക്ക് ടാൻ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ, ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര നല്ല ടെക്സ്ചറാട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഈസിലി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകും. എന്നാൽ ഒരുപാടൊരു ഓയിലി ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ഈസി ആയിട്ട് നമുക്ക് സ്കിന്നിലോട്ട് ക്വിക്ക്ലി അബ്സോർബ് ആകും. എന്നൊരു ചെറിയൊരു ഷൈൻ തരും. അതൊരു വാട്ടർ ബേസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ഓയിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷൈൻ അല്ല, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷൈനാണ്. ഞാൻ ഈ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ടാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ദീ കാണുന്ന ഫോക്സ്റ്റെയിലിൻ്റെ ഈ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, കയോലിൻ ക്ലേ ഉണ്ട്, ബ്രസീലിയൻ പർപ്പിൾ ക്ലേ, അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൊരു മാസ്ക് ആണിത്. ഇത് നിങ്ങളുടെ ഫേസിൽ ഇടുമ്പോൾ ഇതിനകത്തുള്ള ലാക്റ്റിക് ആസിഡ് കാരണം ഫേസ് കുറച്ചൊന്ന് എക്സ്ഫോളിയേറ്റ് ആവാനും ഒന്ന് ബ്രൈറ്റൻ ആവാനും ഇച്ചിരി ഒന്ന് ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൽഫ് പാമ്പറിങ് പോലെ അങ്ങനെ ഇട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മാസ്ക് ആണ് കേട്ടോ. പക്ഷേ ഇതും കൂടി വെച്ചിട്ട് ഏതാണ് ടാൻ റിമൂവ് ചെയ്യാൻ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവായി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് വൈസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നാൽപ്പാമരാതി തൈലമാണ് കേട്ടോ. ഇത് ഏത് ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടെങ്കിലും മേടിക്കാം. എൻ്റെ ഈ ഒരു കോട്ടക്കലിൻ്റെ ഉള്ളത്. ഇത് നിങ്ങളുടെ ബോഡി ഫുൾ അപ്ലൈ ചെയ്ത്, ഇവൻ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഫേസിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തൊരു 10 ഇല്ലെങ്കിൽ 10 or 15 മിനിറ്റ്സ് ബോഡിയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ഗ്രാജുവലി നിങ്ങൾ വീക്കിലി 2 തവണയോ 3 തവണയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പയ്യനെ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കി ഒന്ന് ഗ്ലോയിങ് ആക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ സ്കിന്നിനകത്ത് ആ ഒരു മോയ്സ്ചറിനെ ട്രാപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാ പ്രോഡക്റ്റിൽ നിന്നും ഇത് ഇത്തിരി നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്ക് സ്കിന്നിന് ഇച്ചിരി മോയ്സ്ചർ കൊടുത്ത് കുറച്ചും കൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ജെൻറ്റലായിട്ട് നിങ്ങളുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കി ജെൻറ്റലായിട്ട് ടാൻ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡവിൻ്റെ ബോഡി മാസ്ക് അടിപൊളിയാണ്. മാസ്ക് അല്ല, ബോഡി സ്ക്രബ് അടിപൊളിയാണ്. ഇതിന് നല്ല മണമാണ്. ഇതിൻ്റെ ഫീല് തന്നെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ജെൻറ്റലായിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആക്കി നമുക്കിങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന പോലത്തെ ഒരു സ്ക്രബാണ് കേട്ടോ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു നാച്ചുറൽ DIY ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കുക. ശർക്കരയിലോട്ട് കുറച്ച് കേർഡ് ആഡ് ചെയ്യുക, ഒരിച്ചിരി ടൊമാറ്റോ തക്കാളി പിഴിഞ്ഞൊഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, ബോഡി ഫുൾ അപ്ലൈ ചെയ്ത് ഫേസിലിടണ്ട, നെക്കിന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക് ഫുൾ അപ്ലൈ ചെയ്യുക, കാലിൽ അപ്ലൈ ചെയ്യാം, ഫുൾ എല്ലായിടും അപ്ലൈ ചെയ്തിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുക. അതായത് ഭയങ്കര ഡ്രൈ ആയി വരണ്ട പോലത്തെ ഡ്രൈ ആവരുത്, കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. ഇതും നിങ്ങൾക്ക് വീക്കിലി 2 തവണ എന്ന രീതിയിൽ 2 ആഴ്ച ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാനൊക്കെ പമ്പടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ 1 hour നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഇന്നത്തെ ഡ്രസ്സ് അങ്ങനെയുണ്ട്, ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. എനിക്ക് പഴയ 90s വൈബൊക്കെ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോക്കറ്റ് ഉണ്ടടാ. ഇത് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ.